celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. ഫൊക്കാനയ്ക്കും ബാബു സ്റ്റീഫനും അഭിവാദ്യം അർപ്പിച്ച അംബാസിഡർ TP ശ്രീനിവാസൻ. എന്റെ ശബ്ദം ഫൊക്കാനയുടെ പഴയ ശബ്ദമാണെന്ന് പറഞ്ഞായിരുന്നു അംബാസിഡർ TP ശ്രീനിവാസൻ ഫൊക്കാന കൺവെൻഷനിലെ ഉദ്ഘാടന വേദിയിൽ തന്റെ പ്രസംഗം തുടങ്ങിയത്. അമേരിക്കയിലെ ആദ്യ മലയാളി അംബാസിഡർ KR നാരായണൻ വിളക്ക് കൊളുത്തിയത് മുതൽ നടന്ന 21 സമ്മേളനത്തിൽ 10ഓളം എണ്ണത്തിൽ പങ്കെടുക്കാൻ തനിക്ക് ഭാഗ്യമുണ്ടായി. 1982 താൻ ആദ്യമായി അമേരിക്കയിൽ വന്നപ്പോഴാണ് ഫൊക്കാന രൂപം കൊണ്ടത്. പിന്നീട് 2 തവണ കൂടി മറ്റു പദവികളിൽ ഇവിടെ വന്നു. അതേസമയത്തു തന്നെയാണ് ഫൊക്കാന പ്രസിഡന്റ് ബാബു സ്റ്റീഫനും വളർന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്റെ ശിഷ്യയായിരുന്നു. ഫൊക്കാന തുടങ്ങുമ്പോൾ KR നാരായണൻ മുന്നോട്ട് വച്ചത് 3 നിർദ്ദേശങ്ങളായിരുന്നു. കേരളത്തിലെ കലാസാഹിത്യ സാംസ്കാരിക വിഷയങ്ങൾ ഭാരതത്തിന് വെളിയിൽ കൊണ്ടുവരിക, നാട്ടിലെ നേതാക്കളെ പരിചയപ്പെടാനും അവരുമൊത്ത് പ്രവർത്തിക്കാനും വഴിയൊരുക്കുക, ഇന്ത്യൻ അമേരിക്കൻ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവ. സംഘടനയെന്നും ഈ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഭാവി ഇവിടെ തന്നെ ആയതിനാൽ നാം ഇവിടെ രാഷ്ട്രീയ രംഗത്തും സജീവമാകേണ്ടതുണ്ട്. ഒരു ഇന്ത്യൻ അമേരിക്കൻ കോൺഗ്രസ്മാൻ ഇതാദ്യമായാണ് ഫൊക്കാന സമ്മേളനത്തിനെത്തുന്നത്. ഫൊക്കാനയിൽ ഡോക്ടർ MV പിള്ള തുടക്കമിട്ട ഭാഷയ്ക്കൊരു ഡോളർ പദ്ധതി പോലെയുള്ളവയുടെ പ്രാധാന്യവും അദ്ദേഹം അനുസ്മരിച്ചു. കോൺഗ്രസിലെ ഇന്ത്യ കോക്കസിൽ നിരവധി അംഗങ്ങളുണ്ട്. പാകിസ്ഥാനും കോക്കസ് ഉണ്ടെങ്കിലും നമ്മുടെ അത്ര അംഗങ്ങളില്ല. നമ്മുടെ സുഹൃത്തുക്കൾ ആണെങ്കിലും അവർ എപ്പോഴും നമ്മുടെ നിലപാടിനെ അനുകൂലിക്കണമെന്നില്ല. അവർക്ക് അവരവരുടേതായ നിലപാടുകളുണ്ട്. അടിയന്തരാവസ്ഥയെ ഏറ്റവും അധികം എതിർത്തത് അമേരിക്കയിലുള്ളവരാണ്. 90കളിൽ ആണവ പരീക്ഷണം നടന്നപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ എതിർത്തിരുന്നു. എന്നാൽ ഇവിടെയുള്ള ഇന്ത്യക്കാർ അതിനെ അനുകൂലിച്ചു. ആ കാലം മാറി 2008 അമേരിക്കയുമായി ആണവ കരാറിൽ ഒപ്പിട്ടു. അതിന് ഫൊക്കാനെ അടക്കമുള്ള ഇന്ത്യൻ അമേരിക്കൻ സംഘടനകളുടെ ശ്രമവും ഉണ്ടായിരുന്നു. പുതിയ ഒരു ലോകക്രമം ഇല്ലാത്തതാണ് ഇന്നിപ്പോൾ നിരന്തരം യുദ്ധങ്ങളും മറ്റും ഉണ്ടാകാൻ കാരണം. 1945 രൂപം കൊണ്ട ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ലോകക്രമം മാറി. പുതിയത് ഇനിയും വന്നിട്ടുമില്ല. ഇന്ത്യ ഒരു സൈനിക സഖ്യത്തിലും ഇല്ലാത്തതിനാൽ എല്ലാ രാജ്യങ്ങളെയും ഒപ്പം കൂട്ടാനാകും. റഷ്യ പ്രസിഡന്റ് പുടിനെ പോയി കണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ആശ്ലേഷിച്ചത് ഈയിടെയാണ്. നമുക്ക് എല്ലാവരുടെയും സഹായം ആവശ്യമാണ്. അടുത്ത കാലത്തായി ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ലെന്നും ഫാസിസമാണെന്നുമുള്ള രീതിയിലുള്ള പ്രചാരണം അമേരിക്കൻ മീഡിയയിൽ കാണുന്നു. ഇന്ത്യയുടെ ഭരണഘടനയെപ്പറ്റിയും കോടതിയെപ്പറ്റിയുമൊക്കെ ധാരണയില്ലാത്തവരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അവരെ വസ്തുത പറഞ്ഞു മനസ്സിലാക്കാൻ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിന് ബാധ്യതയുണ്ട്. ഫൊക്കാനയിലെ മികച്ച പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ റദ്ദാക്കി 2 വർഷം കൂടി ഫൊക്കാന സാരഥ്യം ബാബു സ്റ്റീഫന് നൽകുന്നത് എന്തുകൊണ്ടും അഭികാമ്യമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രാസംഗികനായിരുന്ന ഫ്രാൻസിസ് ജോർജ് MP ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമെന്ന നിലയ്ക്ക് ഇന്ത്യയിൽ കർഷകർക്ക് സബ്സിഡിയും മറ്റും നൽകുന്നതിന് വിലക്കുണ്ട്. എന്നാൽ അമേരിക്കയിൽ $306 ബില്യൺ സബ്സിഡിയായി നൽകുന്നു. ഓരോരുത്തർക്കും $27,600 വീതം അക്കൗണ്ടിലെത്തും. പണ്ട് നാണ്യവിളകൾ കയറ്റി അയച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് മനുഷ്യരെയാണ് കേരളം കയറ്റി അയക്കുന്നത്. അവർ കേരളത്തിന് നൽകുന്നത് വിലമതിക്കാനാവാത്ത സംഭാവനയാണ്. ബാബു സ്റ്റീഫന്റെ നേതൃത്വത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ഫൊക്കാന സൊവനീറും ചടങ്ങിൽ പ്രകാശിപ്പിച്ചു. എഡിറ്റർ വേണുഗോപാലൻ കോക്കോടൻ പ്രകാശന ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.